കപ്പയും ബീഫും നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. വലിയ രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ല, എന്നാലും എൻ്റേതായിട്ടുള്ള പൊടിക്കൈകൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ കപ്പ നന്നായി കഴുകി വാരി കൊത്തി നുറുക്കി ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുക. അടുത്തത് ബീഫിലേക്കുള്ളതാണ്. വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയുള്ളി, കുരുമുളക് ഇത്രയും നന്നായിട്ട് ചതച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ആ ഒരു ചതച്ച കൂട്ട് നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ചതച്ച മുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത ശേഷം ഉപ്പ്, വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. വെന്തതാ ഏകദേശം ഒരു പരുവാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കണേ. നന്നായിട്ട് ശരിക്കും കുത്തി ഉടച്ച് നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടും. ഫൈനലി നമ്മുടെ കപ്പയും ബീഫും തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.